ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു ചിക്കൻ കറി വയ്ക്കാം. ഒരു വെറൈറ്റി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുവാണേ. അതായത് എന്താ പറയുക, അധികം എണ്ണയൊന്നും ഒഴിക്കാതെ വളരെ സിമ്പിളായിട്ടൊരു കറി. അപ്പം ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കറിയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. ആദ്യം തന്നെ 1 കിലോ ചിക്കനാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പിടുത്തം മല്ലിച്ചപ്പ്, ഒരു മാഗിയുടെ ക്യൂബ്, ഒരു 10-20 ചെറിയുള്ളി, 3-4 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ ഞാൻ 2 സവോള വറുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ, 1 സ്പൂൺ ചിക്കൻ മസാല. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ദാ ഒരു മൺകലം എടുത്തു, അതിലേക്ക് ചിക്കൻ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇതാ ആദ്യം തന്നെ ഒരു 3 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കരിവേപ്പില ഇവിടെ കിടക്കട്ടെ. പച്ചമുളക് നെടുകെ പൊളന്ന് വെച്ചിരിക്കുകയാണേ, അധികം എരിവില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പൊളന്ന് വെച്ച്. ഒരു ക്യാപ്സിക്കം, ഇതാ 10-20 ചെറിയുള്ളി, അത് ഇട്ട് കൊടുത്തു. അത് അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു മാഗിയുടെ ക്യൂബ്, വെറുതെ ഇരിക്കട്ടെന്ന്. കുറച്ചൊരു പിടുത്തം മല്ലിച്ചപ്പ്, പിന്നെ നമ്മുടെ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്. അതിലേക്ക് 2 സ്പൂൺ തൈര്, അധികം പുളിയില്ല കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ്. 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാ 1 സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയാണ്. ഇതാ 2 സവോള വറുത്തത്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ്, പച്ചമുളകും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇതിനാവശ്യത്തിനുള്ള മുളക് ഞാനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലി, പച്ചമല്ലി ചതച്ചത് 1 സ്പൂണ്, ഗരം മസാല ഒരു 1.5 സ്പൂണ്, കുരുമുളക് പൊടി ആവശ്യം പോലെ. ഇത് നല്ല ഒരു സ്പൈസിയാണ്, ഞാൻ എന്തായാലും 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. സ്പൈസി ചിക്കനാണ് കേട്ടോ ചിക്കൻ കറി. ഇതാ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ. ഇനി നമ്മളങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് കുഴയ്ക്കുക. കണ്ടോ, കൈ വെച്ച് തന്നെ കുഴയ്ക്കണം കേട്ടോ. നിങ്ങൾ ബാക്കി തവിയോ ഒന്നും പറ്റത്തില്ല, കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കണം. ഇങ്ങനെ കുഴയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലില്ല, ഗ്ലൗസ് ഇട്ടൊക്കെ കുഴച്ചോ കേട്ടോ, നമുക്കത് സെറ്റാവില്ല, അതുകൊണ്ടാണ്. ഇതാ ഇനിയും കുറച്ച് കൈവെള്ളം. ഇനി അങ്ങോട്ട് സ്റ്റൗവൊക്കെ അങ്ങ് ഓൺ ചെയ്തേക്കാം. സ്റ്റൗവൊക്കെ ഓൺ ചെയ്തു, മൂടി വെച്ച് അങ്ങോട്ട് ചെറു തീയിൽ അങ്ങോട്ട് വെന്തോട്ടെ. നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇടുന്നുണ്ടായിരുന്നു. ഇതാ നോക്കിയേ, ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പം ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക. എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണം. ഇത് കടുക് താളിക്കൽ പരിപാടികളൊന്നുമില്ല, ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് മൂടി വയ്ക്കുക. മല്ലിച്ചപ്പൊക്കെ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി ഇടണ്ട. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി അങ്ങ് വയ്ക്കാം. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കറിയൊക്കെ റെഡിയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ചാറ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. കടുകൊന്നും അല്ലെങ്കിൽ ചെറിയുള്ളി മൂപ്പിച്ചിടുകയോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ
എണ്ണയൊന്നും അധികം ചേർക്കാത്ത ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി നിങ്ങൾക്ക് നോക്കേണ്ടത് എരിവ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്കിതെല്ലാം പാകമായിട്ടുണ്ട്. നോയമ്പായതുകൊണ്ട് കഴിച്ച് കാണിക്കാൻ ഒരു രക്ഷയില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു നെയ്ച്ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിനും പറ്റിയ നല്ലൊരു ചിക്കൻ കറി കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.